Rapagal tells the story of Krishnan, a servant who unnecessarily involves in all family matters and become utter nuisance for everyone. കഴിഞ്ഞ ആഴ്ച രാപ്പകൽ സിനിമയുടെ വിക്കിപീഡിയ പേജ് പോയിട്ട് ആരൊക്കെ ഇതിന്റെ സിനോപ്സിസ് എഡിറ്റ് ചെയ്തു. അതായത് നമ്മുടെ കൃഷ്ണനെ വില്ലനാക്കി. മമ്മൂട്ടിയുടെ പടങ്ങൾ ഇത്തരം സീനുകൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വാത്സല്യത്തിലൊക്കെ ഇങ്ങനെ കുറെ സീനുകളൊക്കെ ഉണ്ട്. മമ്മൂട്ടി ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ വെച്ച് എനിക്ക് ഏറ്റവും നെഗറ്റീവായി തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു 1997 അനിൽ ബാബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കളിയൂഞ്ഞാൽ എന്ന സിനിമയിലെ നന്ദഗോപാൽ IAS. പടത്തിലെ നെഗറ്റീവ് അദ്ദേഹം മാത്രമല്ല, വേട്ടയാട് വിളയാട് സിനിമയിലെ അമുദൻ ഇളമാരൻ പോലെ ഇദ്ദേഹത്തിന് കൂട്ടായിട്ട് ഇദ്ദേഹത്തിന്റെ സഹോദരി അമ്മു. പണ്ട് ചെറുപ്പത്തിൽ ഈ പടം കണ്ട സമയത്ത് ഈ രണ്ട് കഥാപാത്രങ്ങളോടും എനിക്ക് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. നന്ദഗോപാലിന്റെ വില്ലത്തരം തുടങ്ങുന്നത് ഇവിടെയാണ്. ആദ്യം ഒരു പ്രായമായിട്ടും കല്യാണം കഴിയാണ്ട് നിൽക്കുന്ന ശോഭയുടെ വീട്ടിൽ പോയി പെണ്ണാലോചിക്കും. അവർക്കൊരു അനിയനുള്ളതുകൊണ്ട് ഒരു മാറ്റ കല്യാണത്തിന്റെ ഓഫറും. അപ്പൊ ഈ ഓഫറിലൂടെ നഷ്ടപ്പെട്ടത് വേണുവിന്റെ തന്റെ കുട്ടിക്കാലം മുഴക്കുള്ള ഒരു ലവ്. ശരി, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് കല്യാണത്തിന് സമ്മതിച്ച വേണുവിനോട് അസുഖത്തിന്റെ കാര്യമൊക്കെ മറച്ചു വെച്ച് തലയെ കെട്ടിവെക്കാനായിരുന്നു പുള്ള പ്ലാൻ. എന്തായാലും ശോഭന കാരണം അത് ഫ്ലോപ്പായി. പെങ്ങളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി വേണു അവിടെയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. അങ്ങനെ CID മൂസയിൽ ക്യാപ്റ്റൻ രാജു തന്റെ ബാധ്യതകളുടെ ലിസ്റ്റ് കൈമാറുന്ന പോലെ തന്റെ പെങ്ങളെ വേണുവിന് കൈമാറുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പെങ്ങളും ആങ്ങളെയും കൂടി വേണുവിനെ പെടാപ്പാട് പെടുത്തും. നന്ദഗോപം പോയി ഇവരുടെ കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാണ്ട് ഇടപെടുക. ഇതിലൊരു സീനുണ്ട്. അമ്മുവിന്റെ ബർത്ത്ഡേ ദിവസം വേണു ഒരു സാരിയൊക്കെ വാങ്ങി കൂട്ടുകാർക്കൊക്കെ പാർട്ടി കൊടുക്കാം, അമ്മൂനെ ഇപ്പൊ കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോണ്ട് അവിടെ നന്ദന്റെ വക പാർട്ടി. കൂട്ടുകാരോടൊക്കെ വാക്ക് പറഞ്ഞു വന്ന വേണുവിന്റെ കൂടെ അവര് പോയില്ല എന്ന് മാത്രമല്ല, സാരി കൊടുത്തപ്പോ ഒരു കുണച്ച ഡയലോഗും, ഈ സാരി നന്നായിട്ടില്ല, അത് വെള്ളച്ചി കൊടുക്കാന്ന്. പിന്നെ വെള്ളച്ചി കൊടുക്കാനല്ലേ വേണു സാരി വാങ്ങിയത്. അതൊക്കെ കഴിഞ്ഞതിൽ അമ്മ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അവിടെയും കയറി കുറെ കാര്യങ്ങൾ ഇടപെടും. അങ്ങനെ ഇടപെട്ട് വേണുവിന്റെ മൊത്തം സമാധാനം കളയലാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഹോബി. അങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെട്ട് അവരെയൊക്കെ ഭരിക്കാൻ നിന്ന് വേണുവിന്റെ അച്ഛനെ ഒരു അഗതിയെ പോലെ ആ വീട്ടിൽ കൊണ്ടു നിർത്താനായിരുന്നു നന്ദന്റെ പ്ലാൻ. അരിയും തിന്ന് ആശാരിച്ചിയും കടിച്ച് പിന്നെയും നായ്ക്ക് മുറുമുറുപ്പ് പറഞ്ഞി അവസാനം വേണുവിന്റെ കരണക്കുറ്റിക്ക് ഒരു തല്ലും. ശുഭം. എന്നാ പിന്നെ തെറ്റിപ്പോയ വേണുവിനെ ഇയാൾക്ക് വെറുതെ വിട്ടാൽ മതിയായിരുന്നില്ലേ? ബൈക്ക് ഓടിച്ചു പോയിരുന്ന വേണുവിന്റെ പാരലായി വണ്ടി ഓടിച്ച് അവസാനം ഇയാൾ ഒരു അപകടത്തിലും പെടുത്തി വേണുവിന്റെ ജീവനും കളയും. ആക്ച്വലി ഈ പടത്തിൽ ദിലീപിന്റെ ക്യാരക്ടർ മരിക്കണത് എന്റെ ചൈൽഡ്ഹുഡ് ട്രോമകളിൽ ഒന്നായിരുന്നു. അതിന്റെ കാരണം ഏതാണ്ടായിരിക്കാം മമ്മൂട്ടിയുടെ ഈ കഥാപാത്രത്തിനോട് എനിക്ക് വളരെ വെറുപ്പായിരുന്നു ചെറുപ്പത്തിലൊക്കെ. ഈ ഏട്ടനെ അനിയത്തെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക.